റെക്കമെൻഡ്സ്. സുഹൃത്തുക്കളെ, നമ്മളിന്നിപ്പോൾ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാടിനെ നടുക്കിയ ആ ഭീകരാക്രമണം, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഇന്ത്യൻ ജനതയെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിയ ഒരു സംഭവം. അപ്പോൾ ഇതിനെതിരെ നമ്മൾ രാഷ്ട്രീയ ജാതി മതഭേദമന്യേ ഈ ഭീകരതയ്ക്കെതിരെ പോരാടുന്ന ഇന്ത്യക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു സ്നേഹ സൗഹൃദ സംഘം നമ്മൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ സംഗമത്തിന് നമ്മൾ പരമാവധി ആളുകളെ കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ ഏതെങ്കിലും ഒരു മൈതാനത്ത് വെച്ചായിരിക്കും, അതിനെക്കുറിച്ച് നമുക്കത് അപ്പുക്കുട്ട സാറുമായിട്ട് ചർച്ച ചെയ്തതിന് ശേഷം നമുക്കത് തീരുമാനിക്കാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് രാഷ്ട്രീയമില്ല, മതമില്ല, ഒന്നുമില്ല. നമുക്ക് ഈ സംഗമം നമുക്ക് ഇന്ത്യക്ക് നമ്മൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മൾ ഇതിനെ വിജയിപ്പിക്കുക എന്നുള്ളതാണ്. ജയ് ഹിന്ദ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഓരോ വീടുകളിലും കയറി ഇറങ്ങി എല്ലാവരെയും ക്യാമ്പയിൻ നടത്തി ആൾക്കാരെ ഇതിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം. അല്ല നേതാവേ, എല്ലാ വിഭാഗക്കാരെയും നമ്മൾ പങ്കെടുപ്പിക്കുകയാണെങ്കിൽ എതിർ പാർട്ടിക്കാരെയും കൂടെ നമുക്ക് വിളിച്ചൂടെ? എന്ത് വിഡിത്താണ് ബാബു ഈ പറയുന്നത്? സമൂഹ ഗാനം ഒറ്റയ്ക്ക് പാടാൻ പറ്റുമോ? അതില്ല. ഇല്ലല്ലോ. അപ്പോൾ ഒരു കൂട്ടായ്മയല്ലേ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്താണ്? കൂട്ടായ്മയായിട്ടുള്ളൊരു പരിപാടിയെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ എല്ലാവരെയും ഒത്തുകൂട്ടുക എന്നുള്ളത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെയാണെങ്കിൽ അളിയ, നമുക്ക് എതിര് നിൽക്കുന്ന നമ്മുടെ RDP പൂരാടൻ ശശിയും നമുക്ക് എതിരായിട്ടുള്ള എല്ലാ പാർട്ടിക്കാരെയും ഈ സംഗമത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണം. അതെ, അത് വേണം. അത് നമ്മളിപ്പോൾ പോരാടമൊന്നുമില്ല, നമുക്ക് ആരൊക്കെ ഉണ്ടോ നമ്മളെ എല്ലാ ശത്രുക്കളെയും പങ്കെടുപ്പിക്കണം. ഇതിപ്പോൾ ഞാൻ പറയാം, ഇത് നമ്മുടെ ഇന്ത്യൻ ജനതയുടെ ഒരു ഐക്യം, അതാണ് നമ്മൾ ഇവിടെ കാണിക്കേണ്ടത്. അതിന് നമ്മൾ ആരെയൊക്കെ കൂട്ടാൻ പറ്റും അവരെയൊക്കെ കൂട്ടണം. അങ്ങനെയാണെങ്കിൽ ഞാൻ മുത്തുലക്ഷ്മിയെ കൂടെ കൊണ്ടുവന്നാലോ? എങ്ങനെ? മുത്തുലക്ഷ്മിയെ കൂടെ കൊണ്ടുവരാം. എന്തിന്? സ്നേഹ സൗഹൃദ സംഗമത്തിന് വരണയിൽ തെറ്റില്ല, വന്നോട്ടെ, കുഴപ്പമില്ല, വരട്ടെ. അവരുടെ ആഗ്രഹമല്ലേ, വരട്ടെ. പരമാവധി മുത്തുലക്ഷ്മിയും വീട്ടുകാരെയും കുടുംബക്കാരെയും ഒക്കെ കൂട്ടിക്കോ. എല്ലാവരും കൂട്ടി തമിഴ്നാട്ടിൽ നിന്നും എല്ലാവരും വരട്ടെ. നമുക്ക് കുറച്ച് അങ്ങനെ ആൾബലം ഇരുന്നോട്ടെ. ആൾബലമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ബാക്കി പ്രവർത്തനങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ അപ്പുക്കുട്ട സാറുമായിട്ട് ചർച്ച ചെയ്തതിന് ശേഷം എവിടെ വെച്ച് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കും. അല്ല, ഇതിന് എന്തായാലും കുറച്ച് ഫണ്ട് ആവശ്യം വരും. ഫണ്ട് നമുക്ക് ഇറങ്ങി നടന്ന് ലോക്കൽ പിരിവ് വേണ്ട. അല്ല, നടത്താൻ പറ്റത്തില്ല. ഇതിനു വേണ്ടിയിട്ട് പിരിക്കാൻ പറ്റില്ല. നമുക്ക് പേഴ്സണലി ബന്ധങ്ങളുള്ളവരെന്ന് മാത്രം പിരിച്ചാൽ മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ഓർത്ത് വെച്ചോ അത്. പിരിക്കുന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ട് മതി. നിങ്ങൾ ചാടിക്കയറി പിരിക്കാൻ ഇറങ്ങല്ലേ കേട്ടോ. നമുക്ക് ഇരുന്നിട്ട് കാല് നീട്ടാം. ശരി കേട്ടോ. ശരി, എന്നാ പിന്നെ നമുക്ക് നായരക്കടയിൽ നിന്ന് ചായ കുടിച്ചാലോ? ചായ. നേതാവേ, DDT പാർട്ടി ഭീകരതയ്ക്കെതിരെ ഏതോ സംഗമോ എന്തോ കുന്ത്രാണ്ടോ ഒക്കെ നടത്തുന്നത് കേട്ടല്ലോ. അറിഞ്ഞോ? പിന്നെ അതൊക്കെ നല്ലത് തന്നെ. ഇന്ത്യക്കെതിരെ പോരാടുന്നവർക്കെതിരെ ഇന്ത്യക്കാർ തന്നെ അതിനുള്ള മറുപടി കൊടുക്കണം. അതാണ് അതിൻ്റെ. അപ്പൊ നിങ്ങളുടെ പാർട്ടി ഇതുപോലെ വല്ലതും സംഘടിപ്പിക്കുന്നുണ്ടോ? പിന്നെ ഞങ്ങളും അതിനുള്ള തയ്യാറെടുപ്പിലൊക്കെയാണ്. ഞങ്ങളും ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുറെ ചായ എടുക്കട്ടെ? ഞങ്ങൾ കേക്ക് കഴിക്കാം. പൂരാടൻ ടീമൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ പരിപാടിയെ കുറിച്ച് അറിഞ്ഞു കാണുമോ? വീട്ടുകാർ വരുന്നുണ്ടല്ലോ. ആകാശവാണിയല്ലേ. പൂരാടത്തിനെ ഞാൻ കാണാതിരിക്കുമായിരുന്നു. ഞാനും. എന്തൊക്കെയായി പരിപാടികൾ? അറിഞ്ഞല്ലേ പരിപാടിയെ കുറിച്ചൊക്കെ? പരിപാടി ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പരമാവധി ആളെ കൂട്ടുക, പിന്നെ രാഷ്ട്രീയം, ജാതി, മതം ഇതെല്ലാം മറന്നുകൊണ്ട് രാജ്യത്തിന് വേണ്ടി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പോരാടുക എന്നുള്ളതാണ് ലക്ഷ്യം. RDPയും നിങ്ങളോടൊപ്പം ഉണ്ടാവണമല്ലോ. ഇത് നമ്മുടെ ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിൻ്റെയോ പ്രശ്നമല്ലല്ലോ, അതെ, രാജ്യത്തിൻ്റെ പ്രശ്നമാണല്ലോ. അപ്പോൾ ചായ കുടിക്കട്ടെ. ചായരെ എടുക്കുന്ന ചായയുടെയും കടിയുടെയൊക്കെ എണ്ണവും ആളുടെ പേരും എഴുതി ഇവിടെ വെച്ചേ. അത് ഞാൻ കൃത്യമായി ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു പ്ലാനിങ്. പരമാവധി ആൾക്കാരെ നമ്മളിതിൽ ഒത്തു കൊണ്ടുവരിക എന്നുള്ളത്. ക്ലീറ്റസേ, നിങ്ങളെടുത്ത തീരുമാനത്തോട് RDP പൂർണ്ണമായി യോജിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം, ഈ സമ്മേളനം നടക്കുന്നിടത്തൊക്കെ നല്ല മഞ്ഞക്കൊടിയിൽ വെള്ളരിപ്രാവിൻ്റെ പടമൊക്കെ വെച്ച് ഇങ്ങനെ സമാധാനത്തിൻ്റെ ഒരു ചിഹ്നം, അത് നല്ലതാണ്. മഞ്ഞക്കൊടിയിൽ പ്രാവ് അല്ലേ? അതെ, അത് നന്നായിരിക്കും. ഈ കൊടിയും പ്രാവും ഒക്കെ നമുക്ക് വഴി ആലോചിക്കാം. ആദ്യം നമുക്ക് ഈ പരിപാടി നല്ല രീതിയിൽ നടത്താൻ നോക്കാം. അതെ,
അതൊന്ന് ആവട്ടെ, അതിൻ്റെ ഒരു ധാരണകളൊക്കെ ആയിട്ട് നമുക്ക് കൂടിയെ കുറിച്ച് ആലോചിക്കാം. ശരി, ആയിക്കോട്ടെ. അപ്പോൾ ഇപ്പോൾ എന്തായാലും നമ്മൾ യോജിച്ച് ഇങ്ങനെ ഒരു പരിപാടിക്ക് ഇറങ്ങിയ സ്ഥിതിക്ക് ഞാനും ഒരു ചായ കുടിക്കാം, ഒരു കടിയും കടിക്കാം. ചായ കുടിക്കാം. അതിൻ്റെ പൈസ നിങ്ങൾ കൊടുത്താൽ ഞാൻ കൊടുക്കാം. സംയുക്തമായിട്ട്. ഒരു കുഴപ്പം കൊടുക്കാം. നേരെ എന്നാൽ പിന്നെ എനിക്കും ഒരു ചായ ഒരു കടിയും എടുത്തു. ഓ, ക്ലീറ്റോ ഇല്ലെന്ന് വന്നിട്ടില്ലെന്ന് വന്ന് അങ്ങോട്ട് വിടൂലേ? ഇത് വലിയ ശല്യമായിട്ടുണ്ടല്ലോ. ആ നിങ്ങളുടെ മച്ചമ്പിയും കുച്ചമ്പിയൊക്കെ അല്ലേ, നിങ്ങൾ എന്നെ ചോദിച്ചു നോക്ക്. ഒരു പാർട്ടി ഞാൻ വരുമ്പോ അങ്ങോട്ട് വിട്ടേക്കാം. ആ ശരി. ആ മിങ്കാറുന്ന് തങ്കക്കോടം നിറയും. വേഗം ചെല്ല്. ക്ലീറ്റ് ഒരു 10,000 പ്രാവശ്യം വിളിച്ചിട്ടുണ്ട് ഫോണിലോട്ട്. നിങ്ങളുടെ പാർട്ടിയുടെ അതാണ്ട് സൗഹൃദം നടക്കണമെന്ന് എന്തുകൊണ്ട് പറഞ്ഞ നീ എന്താ ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തെ? ഇവിടെ ചെറുക്ക കഴിക്കാൻ നേരമില്ല. അവിടെ എന്താ ഫുഡൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ ചെല്ലാനേ. അത് അവിടെ ഉണ്ടല്ലോ അവര്. ഞാൻ ഇപ്പോഴത്തേനും അവർ തുടങ്ങുമ്പോഴത്തേക്കും ഞാനൊക്കെ ക്ലീറ്റോനെ വിളിച്ചു പറയും. അല്ല ഞാൻ ചെല്ലുമെന്ന് പറ. ഇപ്പൊ പറയണ്ട, ഞാൻ പൊക്കോളാം. ഞാൻ കഴിച്ച് ഒരു ഇച്ചിരി ഒന്ന് കിടന്നിട്ട് പൊക്കോളാം. നീ എഴുന്നേറ്റ് എഴുന്നേക്ക് നീ. ക്ലീറ്റോ ദേവൻ ഇവിടെ വന്നിട്ടുണ്ട്. അതെ ഞാൻ കൊടുക്കാം. അവന്റെ ഫോൺ ഓഫാന്ന്. ഇറങ്ങിയിട്ടില്ല ക്ലീറ്റ്, ഇവിടെ കസേര തന്നെ പറഞ്ഞിട്ട്. എന്റെ ഫോൺ ഓഫായി പോയി. അത് ചാർജ് ചെയ്യിക്കുന്നില്ല മച്ചമ്പി. അവരില്ലേ, ഞാൻ ഒന്നാമത് കാല് വരുമോ ഞാൻ വരും. ഇച്ചിരി കഴിഞ്ഞിട്ട് എന്നാ മതി. ഇച്ചിരി കഴിഞ്ഞിട്ട് എന്നാ മതി എന്ന് പറഞ്ഞു. എടാ വയ്യാത്ത പട്ടി കയ്യാലെ കയറാൻ നിൽക്കണേന്തിനാ? നിനക്ക് പാർട്ടിയിൽ നിൽക്കാൻ പറ്റൂല്ലെങ്കിൽ നിൽക്കരുത്. പിന്നെ അവിടെ ഇല്ല ഇവിടെ ഇല്ല എന്നാ കീറി പോവും കാല്. നല്ല പാട്. നീ പോയിക്കേ. ഇച്ചിരി കിടന്നിട്ട് കിടക്കണ്ടെന്ന് നീ എന്തീ പറയുന്നത്? എന്നെ വഴക്കു പറയും. ഇവിടെ കയറ്റി കിടത്തിയെന്തിനാ നീ എന്നും ചോദിച്ചിട്ടുണ്ട്. അവിടെ ഭക്ഷണമൊക്കെ പണികൾ വന്ന് വീഴുന്നേ. ഓടാ, നീ എന്തേ തിരിഞ്ഞിരിഞ്ഞ് നോക്കണേ? ഞാൻ പൊക്കോളാം. ഞാൻ എന്റെ വീടിനകത്തല്ലേ നിക്കണേ. എനിക്കറിയാൻ പോകാൻ. ഒന്നും പറ്റൂല്ലെങ്കിൽ ഏക്കണേ എന്തിനാന്നേ? റൊണാൾഡേ പിന്നെ ആരാ നോക്കണത്? അല്ല അവിടെ ആരെങ്കിലും ഇത്തിരി ഗ്യാസ് നോക്കിയാണ് നീ എന്റെ ഗ്യാസ് നോക്കാൻ. ഇത്ര ശരീരമുള്ളതുകൊണ്ടാണ് എന്നെ കണ്ടിട്ട് ഗ്യാസ് നോക്കാൻ പറഞ്ഞത്. അതല്ല, അടുപ്പില്ല, അത് കത്തണില്ല. സ്റ്റൗ എന്താ എന്തോ അതിന്റെ 5 മണി എനിക്കറിയത്തില്ല. ഗ്യാസ് വല്ല വണ്ടിക്കാർ കൊണ്ടുവെക്കാനോ ചുമ്മി കൊണ്ടുവെക്കാനോ തിരിച്ചു കൊടുക്കാനോ, അല്ലാതെ ഗ്യാസ് കത്തുന്നോട്ട് യാതൊരു ബന്ധമില്ല. ആകെ ഒരു ബന്ധം ഗ്യാസ് കത്തി തീ വെക്കുമ്പോൾ അതിൽ ബന്ധം വരുന്ന സാധനങ്ങൾ കഴിക്കാന്നുള്ള മാത്രമേ ഉള്ളൂ. അല്ല, ഇത് ശരിയാക്കി തന്നാ ഞാനും വല്ലതും ഉണ്ടാക്കി തരാം. വേണ്ട, ഒന്നും വേണ്ട. എനിക്ക് എന്റെ പണി അറിയത്തില്ല. അതുകൊണ്ടല്ലേ ഒരു കാര്യം ചെയ്യ്. തമ്മിയണ്ണല്ലേ ഇവിടെ അപ്പുറത്തെ പോസ്റ്റ്മാൻ അവരുടെ വീട്ടിൽ നിന്ന് ആ ചേച്ചി വിളി. പിന്നെ അവര് നമ്മളോട് മിണ്ടുപോലും ഇല്ല. ഇതിന് മിണ്ടേണ്ട കാര്യം ഇവിടെ നിന്ന് ചേച്ചി ആ ഗ്യാസ് കത്തുന്നില്ല അതെന്ന് പറഞ്ഞാൽ അവർ വരത്തില്ല. നിനക്കെത്തി വന്ന് നോക്കിക്കൂടെ? എന്താണ് എനിക്കറിയാൻ വയ്യാത്ത കാര്യം ഞാൻ എങ്ങനെ നോക്കും? ചിലപ്പോ വല്ല കരടും കയറി ഇരിക്കണേ നോക്കി അറിയാലോ. കരട് കയറിയാണെന്നുണ്ടെങ്കിൽ ആര് ശരിയാക്കാനും പറ്റത്തില്ല. പുതിയൊരു ഗ്യാസ് അടുപ്പ് വിളിച്ചു, അതാ നല്ലത്. എന്നും ഗ്യാസ് അവിടെ ആരും ഇരിക്കണത്? ഇങ്ങനെ ആരുമില്ല. അല്ല തങ്കഞ്ചേട്ടത്തി കാണാൻ അവിടെ നിൽക്കുവാന്നുണ്ടെങ്കിലേ തങ്കഞ്ചേട്ടത്തിക്ക് അതിന്റെ പണി അറിയാം. നീ ഇത്ര വെപ്രാളപ്പെട്ട് ഇങ്ങോട്ട് ഓടുന്നത്? അത് അവിടെ ഒരു പണി വന്ന് കിടക്കുന്നു. എവിടെ ഒരു പണി? അല്ല ബൈക്ക് ശരിയാക്കാൻ ഒരാൾ താഴെ വന്ന് നിൽക്കും. അവിടെ വന്നേ? ആ ഈ റോഡിൽ വരും. അപ്പൊ അയാളെ കൊണ്ട് പോയി സ്പെയർ മേടിച്ചോണ്ട് വന്നിട്ട് അത് ശരിയാക്കി കൊടുത്തിട്ട് വേണം പൈസ മേടിക്കാൻ. ശരി. അയ്യോ പിന്നെ ഗ്യാസ് റെഡിയാക്കാൻ വേണ്ടി തങ്കഞ്ചേട്ടത്തെ കാണാൻ വിളിക്കുവാണെങ്കിലേ എന്നെ ഇവിടെ വെച്ച് കണ്ടാലും പറയരുത്. അപ്പൊ എന്ത് ഉടായ്പുണ്ടല്ലോ. പിന്നെ നീ ആ തങ്കത്തിന്റെ പറയണ്ടെന്ന് പറഞ്ഞു. അല്ല അത് തങ്കഞ്ചേട്ടത്തിക്ക് ഇഷ്ടമല്ല. വേറൊരു വീടുകളിൽ ഞാൻ പോയി ഇങ്ങനെ വേല ചെയ്ത് കൊടുക്കുന്ന ഇഷ്ടമല്ല. അതുകൊണ്ട് പറയല്ലേ പറയായിരുന്ന നാളെ ഗ്യാസ് കുറ്റി വന്നിരിക്കുമ്പോ ക്ലീറ്റോ വന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമുക്കെല്ലാം ഒന്ന് ഗംഭീരമാക്കണം. കൊടി തോരണങ്ങളൊക്കെ കെട്ടി നല്ല ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാം. പക്ഷേ നമുക്ക് കുറച്ച് ആളിനെ കൂടെ സംഘടിപ്പിക്കേണ്ടി വരും. അത് നടക്കുമെന്ന് തോന്നില്ല നേതാവേ. അതെന്താ? ഇപ്പോഴേ മുൻകൂറായിട്ട് ക്യാഷ് കൊടുക്കണം നേതാവ്, എന്നാലേ ആൾക്കാർ വരത്തുള്ളൂ. പൈസ കൊടുത്താലും വേണ്ടില്ല, എങ്ങനെയായാലും നമുക്ക് കുറച്ച് ആളിനെ സംഘടിപ്പിച്ചേ പറ്റൂ. എങ്കിൽ നോക്കാം. ക്ലീറ്റോയുടെ മുമ്പിലേ അങ്ങനെ നമ്മൾ ചെറുതാവണ്ട, നന്നായിട്ട് തന്നെ ചെയ്യാം.
ക്യാഷ് കൊടുക്കുമെങ്കിൽ ഓക്കെ നോക്കാം. എന്നാലും ഓക്കെ. ഇപ്പോൾ നമ്മുടെ സ്നേഹ സൗഹൃദ സംഗമത്തിൻ്റെ ഡേറ്റ് അടുത്തടുത്ത് വരികയാണ്. അപ്പോൾ എനിക്കിപ്പോൾ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ എല്ലാ പാർട്ടിക്കാരെയും നമ്മൾ ഇതിനകത്ത് സംഘടിപ്പിക്കുന്നുണ്ട്, സഹകരിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഒരിടത്തും മറ്റൊരു പാർട്ടിയും മുന്നിൽ നിൽക്കരുത്. നമ്മുടെ കൊടികൾ, നമ്മുടെ പാർട്ടിയുടെ നേതാക്കന്മാരുടെ ഫോട്ടോകൾ, അത് മാത്രം DDT പാർട്ടി അവിടെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കണം. അതായത് നമ്മളാണ് ഈ പരിപാടി നടത്തുന്നതെന്നുള്ള ഒരു പ്രതീതി എല്ലായിടത്തും ഉണ്ടാക്കിയെടുക്കും. മനസ്സിലായോ? പ്രത്യക്ഷത്തിൽ നമ്മളാണ് എന്ന് നമുക്ക് പക്ഷേ തോന്നരുത്. നമുക്ക് ചെന്നാൽ അങ്ങനെ ആയി വരെയും വേണം. DDT പാർട്ടി മുൻകൈ എടുത്തിട്ടാണ് ഈ പരിപാടി നടന്നതെന്നുള്ളത് നമ്മുടെ ബാക്കിൽ നിന്നോ അങ്ങനെ ഇറങ്ങാം. കാരണം ഞാനിത് പറയാൻ കാര്യം, RDP പൂരാട ശശി ഇന്നലത്തെ നമ്മളെ ആ ചർച്ചയിൽ തന്നെ അവൻ നമ്മുടെ പാർട്ടിയുടെ കൊടി വേണ്ട, അവൻ മഞ്ഞക്കൊടി സ്ഥാപിക്കാനും അതിനകത്ത് 2 പ്രാവും ഒക്കെ വെച്ചിട്ട് സമാധാനത്തിന്റെ ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്പർ അടിച്ചത് ഞാനതിനെ ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഒരു രീതിയിലും നമ്മളെ DDT പാർട്ടി നല്ലത് വേറൊരു പാർട്ടിയുടെ പേരും ഇതിനിടയ്ക്ക് മുഴങ്ങാൻ അനുവദിക്കരുത്. അത് ഞങ്ങളേറ്റ്. അല്ല നേതാവേ, നമ്മളെപ്പോഴാണ് പിരിവിനിറങ്ങുന്നത്? എൻ്റെ ബാബു, നിനക്ക് ഈ പിരിച്ചു തീറ്റിയുടെ കാര്യം മാത്രമേ ഓർമ്മയുള്ളൂ. പിരിവുണ്ട്, ഞാൻ പറഞ്ഞില്ലേ, സാമ്പത്തികം വേണ്ടേ? സാമ്പത്തികമൊക്കെ വേണം. എല്ലാം രഹസ്യമായിട്ടുള്ള പിരിവുകളേ ഉള്ളൂ. പരസ്യമായിട്ട് നമ്മൾ പിരിക്കില്ല. അത് പിരിച്ചാൽ അത് നമ്മളെ പാർട്ടിക്ക് പേരുദോഷം ഉണ്ടാവും. അതുകൊണ്ട് നമ്മളെല്ലാം രഹസ്യമായിട്ടുള്ള പരിപാടി. പിരിവുണ്ടെങ്കിൽ കാപ്പി ഉണ്ടാവുമല്ലോ. കാപ്പി മാത്രമല്ല, ഊണും ഉണ്ടാവൂടെ. ഇവന്റെ ഒന്നും വീട്ടിലും ഒന്നും വെക്കുന്നില്ലല്ലേ. ഞാൻ ചോദിച്ചിട്ട് ഈ പാർട്ടിയും ഈ പിരിവൊന്നുമില്ല, നീയൊക്കെ പട്ടിണി കിടന്ന് ചാവുമായിരുന്നു. ഞാൻ രാവിലെ കാപ്പി കുടിക്കാതെ വന്നേ. അയ്യോ പാവം. നീ പട്ടിണി കിടന്ന് ചാവണ്ട. ആ നായര കടയിൽ വല്ലതും ഉണ്ടെങ്കിൽ വാങ്ങിച്ച് കഴിക്കാം. വരി. അപ്പൊ അവിടെ കപ്പയും ബീഫും ആയിട്ടുണ്ടോ? കപ്പയും ബീഫ്. ഇനി അത് മതിയാവോ സാറന്മാർക്ക്? വച്ചല്ല. എന്താ മണോടാ ബീഫിന്റെ. നായരട്ടന്റെ ബീഫിന്റെ ഈ മണം ഓരോരുത്തും കിട്ടും. നായരട്ടാ, ഓ ബീഫ് കപ്പ. ഇവനൊക്കെ പട്ടിണി കിടന്നിട്ട് പോണേ. റെഡിയാ. മുദ്രാവാക്യം വിളിക്കാനാ ജാഥ വിളിക്കാനാ പറഞ്ഞാൽ ഈ ഒരു ശുഷ്കാന്തി ഒന്നുമില്ല. ബീഫ് തിന്നാന്ന് പറഞ്ഞാൽ കാളകളെ ഓട്ടവും കണ്ടില്ല, ബഹളവും. അടുത്ത് പറ. ഞാൻ ഇത് എടുത്തപ്പോഴേ നിന്നോട് പറഞ്ഞ മര്യാദക്ക് ഇരുന്ന് കളിക്കണോന്ന്. എന്തിനാണ് തട്ടുന്നത്? എടുക്കിങ്ങോട്ട്. ഞാൻ മര്യാദക്ക് കളിച്ചോട്ടാന്ന് ചോദിച്ചപ്പോ ഇവരാണ് എന്നെ അടിച്ചത്. നീ എന്തിനാടി അവനിട്ട് അടിക്കുന്നത്? അമ്മ ഇവനാ അമ്മ കുഴപ്പം. നിനക്കെന്താടാ? ഞാൻ മര്യാദക്ക് ഒന്ന് കളിച്ചോട്ടാന്ന് ചോദിച്ചപ്പോ അവനെ കൂടെ കളിപ്പിച്ചാൽ എന്താ കുഴപ്പം നിങ്ങൾക്ക്? ഇവ അന്ന് തട്ടിയിട്ട് ഞാൻ തന്നപ്പോഴേ നിങ്ങളോട് പറഞ്ഞ് മര്യാദക്ക് ഇരുന്ന് കളിച്ചോണോന്ന്. നീ അയൽക്കൂട്ടത്തിന് പോണ എന്തിനാ? എന്നെ കുറ്റം പറയാനാണോ അതോ അയൽക്കൂട്ടം കൂടാനാണോ? ഇതൊക്കെ ഒന്നും അറിയാത്ത പോലെ കാണിക്കല്ലേ. ഒന്നും ഓർമ്മയില്ല. എന്താ ചേച്ചി കാര്യം പറ. കാര്യം എന്താന്ന് അവിടെ പോയി ചോദിച്ചു നോക്ക്. എനിക്കിപ്പോ അവിടെ പോയി ചോദിക്കേണ്ട കാര്യമില്ല. ചേച്ചിയല്ലേ പോയി ചേച്ചി പറ. നീ ആ സുമതിനോടൊക്കെ എന്താ പറഞ്ഞത്? എന്ത് പറഞ്ഞു? ഞാൻ ഇവിടെ ഭരിച്ചോണ്ട് നടക്കുവാന്ന്. ഞാൻ ഈ വീട് ഭരിച്ചോണ്ട് നടക്കുവാണോ? ഭരിച്ചോണ്ട് നടക്കുവാന്ന് ചെയ്യുന്നത് ഈ പറഞ്ഞില്ലേ? ഞാനിപ്പോ പോകും കേട്ടോ ചേച്ചി. ചെന്ന് ചോദിക്കണം. അതിനുവേണ്ടി തന്നെ ഞാൻ ഈ പറയുന്നത്. ഞാൻ ഈ വീട് ഭരിക്കുവാണ്, ക്ലീറ്റോന്റെ അടിമയാണ്, ക്ലീറ്റോനെ കൊണ്ടാണ് വീടും പണിയെല്ലാം ഏൽപ്പിക്കണേ. എന്റെ പൊന്നേച്ചി, കഴിഞ്ഞ ആഴ്ച ചേച്ചി വന്നില്ലല്ലോ. അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചു ചേച്ചി എന്തെന്ന് ചോദിച്ചപ്പോ ഞാൻ വന്ന് ചേച്ചിനെ കണ്ടിട്ടില്ല, അവിടെ ക്ലീറ്റോ ചേട്ടൻ അവിടെ നിന്ന് അലക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ക്ലീറ്റോ ചേട്ടൻ അലക്കണ എന്റെ നൈറ്റി ആണോ? അല്ലല്ലോ. ചേച്ചിയുടെ നൈറ്റി എടുത്ത് അലക്കുന്നു പറയാ. ക്ലീറ്റോ ചേട്ടൻ അവിടെ അലക്കുന്നെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. തുണി വല്ലതും കല്ലിലിട്ട് കുത്തി തിരുമണേന്. അപ്പൊ അവള് ആ ലീല ചേച്ചി എന്നോട് ചോദിച്ച് കുഴപ്പമില്ല, ഇപ്പൊ അടുക്കള പഴി ഏതായാലും കുഴപ്പമില്ല, കുടുംബത്തോട്ടൊന്നും വരുമാനമൊന്നും കൊണ്ടുവരുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു ഇതാരാ പറയുന്നത് വെച്ച്. തങ്ക ഇവിടെ ഇരുന്ന് എപ്പോഴും ഇത് തന്നെ പറയുന്നതെന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. ഞാനും പറയും കുടുംബത്തിലേക്ക് കൊണ്ടുവരുന്നില്ലേ? ചേച്ചി ഉണ്ടാക്കി ഞാനല്ലേ കൊണ്ടുവരുന്നത്. ഈ നാട് നിലവുള്ള പണിക്കെല്ലാം പോയിട്ട് ഞാൻ എന്റെ കുടുംബം നോക്കണം. അയ്യോ, അതെനിക്ക് അറിയത്തില്ലായിരുന്നു. അതെനിക്കൊരു പുതിയ അറിവായിരുന്നു. ചേച്ചിക്ക് എന്താ പ്രശ്നം? ലില്ലി, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. മേലാല് എന്നെ എന്റെ കുടുംബത്തിന്റെ എന്റെ ക്ലീറ്റോന്റെ കാര്യം പറയാൻ വേണ്ടിട്ട് നീ അയൽക്കൂട്ടത്തിലോട്ട് പോവണ്ട. അതൊന്ന് മനസ്സിൽ വെച്ചാ നല്ലത്. ഞാൻ കാര്യം പോയി പറഞ്ഞിട്ടുണ്ട്. എന്തെല്ലാം പറയാം. എന്റെ അമ്മാവ ഇവള് അയൽക്കൂട്ടത്തിന് പോണ എന്റെ കുറ്റം കുറവും പറയാൻ വേണ്ടി പറഞ്ഞു. എന്തിനാ ഞാൻ ഈ വീട്ടിലുള്ളതെന്നറിയാം. അവർ എന്നോട് നുണ പറഞ്ഞത്. ചേച്ചിക്ക് അവരാണ് വിശ്വാസം, എന്നെയാണ് വിശ്വാസം? എനിക്ക് എല്ലാവരെയും വിശ്വാസമാണ്. എന്നോട് അവർ നുണ പറയൂല. കാരണം ഞാൻ ഈ വീട്ടിലുള്ളതുകൊണ്ട് ഇവളോട് വന്ന് ചോദിക്കുന്ന അവർക്ക് അറിയാൻ പാടില്ലേ. പിന്നെ അലക്കുന്ന ഞാൻ കണ്ടു, അതാണ് ഞാൻ പറഞ്ഞത്. വീട്ടിലെ കാര്യമൊക്കെ പോയിട്ട് ഈ കുടുംബശ്രീ പറയാൻ നിൽക്കണേ. ചേച്ചി അന്ന് അയൽക്കൂട്ടത്തിൽ വന്നില്ല. അപ്പൊ അവര് ചോദിച്ച ചേച്ചി എന്തെന്ന് എനിക്ക് പനിയാന്ന് പറയണായിരുന്നു. അല്ലല്ലോ, പിന്നെ ഞാൻ ഒരു കാര്യം ഞാൻ പറയാം. ഈ കുട്ടികൾ എത്ര നേരം കലാപല പറഞ്ഞു. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ഇവരെങ്ങനെ തല്ലുകൂടാണ്ടിരിക്കുക? നിങ്ങളെ കണ്ടിട്ടല്ലേ ഇവര് വളരുന്നത്. നീ വന്നേ. ഒരു കാര്യം ഞാൻ പറയാം. നാളെ മേലെ ഇവിടെ കുടുംബശ്രീയുടെ അയൽക്കൂട്ടത്തിന്റെ ഒക്കെ കാര്യം പറഞ്ഞ് വെക്കണേ. രണ്ടിനും ഞാൻ 2 സ്ഥലത്ത് പിടിച്ച് പൂട്ടില്ല.
ഈ വീട്ടിൽ നിന്റെ ആരുമില്ല. ആ. മനസ്സിലായോ? ഇവിടെ നിനക്ക് മാമ മാത്രമേ ഉള്ളൂ. മാമ വരുമ്പോ നീ ഇങ്ങോട്ട് പോരെ, അല്ലാത്ത സമയം ഈ പടി കയറരുത് കേട്ടല്ലോ. ഇത് തന്നെയാണ് ചേച്ചിയുടെ സ്ഥിരം പരിപാടി. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കൊച്ചിനെ അങ്ങ് വിളിച്ചോണ്ട് പോകും. നോക്കിക്കോ, ഇവൾമാരും അങ്ങോട്ട് വരത്തില്ല. അയ്യോ കേട്ടല്ലേ, രണ്ടും അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ തരും നല്ലത്. കേട്ടല്ലേ വർദ്ധമാനം? അപ്പൊ എന്താ ചക്കനെ കളിപ്പിച്ച ഇവരെ പോലെ നിങ്ങൾ കുത്തിയിട്ട് ഞാൻ നോക്കും. എന്താണ് ശരിക്കും സ്വസ്ഥായിട്ടൊരു സ്ഥലത്ത് ഇരിക്കാനാക്കില്ല വെച്ചാ മെന്റൽ ഹോസ്പിറ്റൽ പോലെ ചെയ്ത്. അതെ, നമ്മളിപ്പോൾ ഓരോ വീടുകൾ കയറി ഇറങ്ങി ഈ വിവരം അറിയിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, അവിടെ RDPയുടെയോ വേറെ ഒരു പാർട്ടിയുടെ പേരും വരരുത്. DDT പാർട്ടി മുൻകൈ എടുത്തിട്ടാണ് ഇങ്ങനെ ഒരു പദ്ധതി നടത്തണമെന്നുള്ളത് മാത്രമേ ജനങ്ങളുടെ ഉള്ളിലേക്ക് കയറാൻ പാടുള്ളൂ. അത് ഉള്ളിൽ കയറി കഴിഞ്ഞാലേ അടുത്ത ഇലക്ഷൻ ആ വോട്ടായിട്ട് നമ്മുടെ ഇതിലേക്ക് വരുള്ളൂ. മനസ്സിലായോ? ഇത് അളിയൻ പറഞ്ഞ കറക്റ്റ് കാര്യമാണ്. നേതാവിന്റെ ബുദ്ധി അപാരം തന്നെ. ചുമ്മാ അല്ല നേതാവായ തലയിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വേണം കേട്ടാ. പുരുഷ കഴിച്ച കപ്പയുടെ ബീഫിന്റെ നന്ദി പ്രകടിപ്പിച്ച് കഴിഞ്ഞ്. അങ്ങനല്ല, ഞാൻ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. ഡേ ആവശ്യമില്ലാത്ത വർത്താനം വേണ്ട കേട്ടല്ലേ. പിന്നെ നമ്മളെ പട്ടാളക്കാരൻ്റെ അവിടെ എല്ലാവരും കൂടെ പോകണ്ട. ഞങ്ങൾ പോയി കാര്യം പറഞ്ഞ് മനസ്സിലാക്കാം. ഞാൻ അൻസാർ മതി. അയാളില്ലെങ്കിൽ ആൾ കൂടിയ പ്രാന്താണ്, തോക്കെടുത്തുകളായി. നിങ്ങളിവിടെ നിൽക്ക് കേട്ടാ. ഞങ്ങോട്ടും ഇങ്ങോട്ട് പോകരുത്. ഇതാ വരുന്നു. ഇവിടെ തന്നെ കാണണം കേട്ടാ. ഇനി എനിക്ക് നടക്കാൻ വയ്യ, ഞാൻ പോട്ടെ ബാബു. പേര് നടരാജനും ഒരടി നടക്കാമെന്ന് നിങ്ങൾക്ക് ആരുടെ ഈ പേരിട്ടത്? ഞാൻ ഒരു കാര്യം പറയാം, നേതാവ് വന്നിട്ട് ചോദിച്ചിട്ട് പോയാൽ മതി. നേതാവിൻ്റെ കൂടെ ചോദിക്കാതെ പോയാലേ വയറ്റി കിടക്കുന്ന കപ്പയും ബീഫും കുത്തി വെളിയിറക്കും. അതാണ് പ്രശ്നം. കപ്പയും കാളയും കഴിച്ച് വയറ്റിന് പിടിച്ചില്ല. അല്ലേലും അങ്ങനെ കാളയും കഴിഞ്ഞ തമ്മിൽ ചേരത്തില്ല. അല്ല, ഞാൻ പൊതുവേ പറഞ്ഞതാ. നടരാജേട്ട ഒരു കാര്യം ചെയ്യാം, ആ തോടിന്റെ സൈഡിലോട്ട് പോയി ഞങ്ങൾ ഇവിടെ നിൽക്കാം. ഇഷ്ടം തന്നെ. ഇതൂടെ കെട്ടി കഴിയുമ്പോഴേ DDT പാർട്ടിയേക്കാൾ മേളിലാവുമല്ലോ നമ്മുടെ. ഉറപ്പായിട്ടും നമ്മൾ മേളിയിക്കും. ഓക്കെ, അത് മതി. അങ്ങനെയാണ് നമുക്കും വേണ്ടത്. അതെ, നിങ്ങൾ ഈ തോരണമൊക്കെ കെട്ടാൻ പെർമിഷൻ എടുത്തിരുന്നു? എടുത്തു സാറേ. ആരെടുത്ത്? ക്ലീറ്റോ എടുത്തിട്ടുണ്ടായിരുന്നു. ക്ലീറ്റസ് ഒന്നും എടുത്തിട്ടില്ല. മര്യാദക്കെല്ലാം അടിച്ചു മാറ്റിക്കോ, ഇല്ലേ വെറുതെ കേസാവേ. ശരി സാറേ. ക്ലീറ്റസ് പെർമിഷൻ എടുത്തിട്ടില്ല. ഞാൻ കരുതിയത് ക്ലീറ്റസ് എടുക്കുമെന്നാ. ഇനി ക്ലീറ്റസ് ഞാൻ എടുക്കുമെന്ന് കരുതിയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. എന്തായാലും പോലീസ് വരുന്നുണ്ട് പരിപാടി നിർവഹിക്കാൻ. എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് മുങ്ങാം. അതാ നല്ലത്. നമുക്ക് മുങ്ങാം. ബ്ലൂ ഇല്ലടി. ബ്ലൂ ഇല്ല. ബ്ലൂ നമ്മൾ മാറ്റി വെച്ച്. ഞാൻ ഇടട്ടാ. 5 ചേച്ചി പോയി. നീ എന്തിനാടപ്പ ഇവിടെ വന്ന് കളിക്കല്? നിന്റെ അമ്മ കണ്ടനി അതുപോലെ. ഇപ്പൊ കുറച്ചും അവള് ഇവിടുന്ന് അങ്ങനെ വെട്ട് കത്തിയെടുത്തിട്ട് പോയല്ലോ നിന്നെ കൂട്ടി. ഇവരിപ്പൊ കളിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ഒന്ന് തണുത്താറിയിട്ട് പോരെ. എന്ത് കുഴപ്പമില്ല. നീ കനകങ്ങൾ വന്നിട്ട് നിന്നെ ഇങ്ങോട്ട് കയറ്റു എന്ന് പറഞ്ഞാണോ? അല്ല, ഇവിടെ എന്താ നടക്കണേ? അതല്ല, കുറച്ചുമ്പോ ഇവിടെ എന്താ കാണിച്ചു കൂട്ടി നിങ്ങൾ? ഇപ്പൊ എന്താ നിങ്ങൾ കാണിക്കില്ല? നിങ്ങളെ ഇനി മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എന്താ? അല്ല, നേരത്തെ നിങ്ങൾ എന്തൊക്കെയായിരുന്നു ഇവിടെ? ഇന്ത്യ പാകിസ്ഥാന്റെ പോലെ ആയിരുന്നേ. ഇപ്പതാ നിങ്ങൾ അമേരിക്ക ഇന്ത്യയുടെയും പോലെ. കാര്യം പറഞ്ഞാണ്. അതൊക്കെ ആ നേരത്തെ മാത്രമല്ലേ ഉള്ളൂ. അങ്ങനെ ആവണം, അല്ലാണ്ട് സീരിയസ് ആവരുത്. പല വീട്ടിലും ഞാൻ ഇണക്കം പിണക്കം കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടുത്തെ പിണക്കം ഒരു 1.5 പിണക്കാ. റൊണാൾഡോ ആണല്ലോ. എന്താ റൊണാൾഡേ? എന്ത്? അപ്പൊ നീയോ? അതെ. എന്തൊരു കഷ്ടം. എന്താ? അത് മറ്റേ ക്ലീറ്റസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അത് അവിടെ മറ്റേ ഇത് നടന്നുകൊണ്ടിരുന്ന സമയത്ത് പോലീസ് വന്ന് നിർത്താൻ പറഞ്ഞപ്പോ തട്ടിക്കേറി സംസാരിച്ചു. അങ്ങനെ
ജീപ്പിലേക്ക് എടുത്തിട്ടു എന്ന് പറഞ്ഞു. അപ്പൊ റൊണാൾഡോ ചേച്ചനാ? റൊണാൾഡോ പോലീസിനെ കണ്ട വഴിക്ക് ഓടി ഒളിച്ചു, എന്നിട്ടാവും വിളിച്ചത് ഇപ്പൊ. അയ്യോ അപ്പൊ എന്റെ ക്ലീറ്റോയ്ക്ക് ഓടാൻ പറ്റിയിട്ടുണ്ടാവൂല. എന്താ ചെയ്യണേ? എന്താ ചെയ്യാ? സാധാരണ എന്താ ചെയ്യാറ്? പോവല്ലേ, ചെല്ല്. ഞാൻ എന്താ ചെയ്യുന്നോട്ടെ. എനിക്ക് ചെറുതായിട്ട് തല കറങ്ങുന്നുണ്ടോന്ന് തോന്നുന്നു.